ഹേ ഗായ്സ്, ഞാൻ ഇന്നൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. കുട്ടി ചട്ടി വട്ടിയൊക്കെ ഞാൻ സെറ്റിലാക്കിയിട്ട് ഞാനിന്ന് ഒറ്റയ്ക്ക് പോവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. ആഫ്റ്റർ സോ ലോങ് ആണ് ഞാൻ മീറ്റ് ആക്കാൻ പോണേ. എപ്പോഴും പ്ലാൻ ചെയ്യുമെങ്കിലും അതങ്ങോട്ട് നടക്കാറില്ല. അങ്ങനെ ഇത് അവളുടെ വീടിൻ്റെ ഏരിയ എത്തി. ഈ പറവട്ടാനി ഏരിയയിൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഈ വഴി കൂടെ ഒന്നും വരാത്തൊരു ദിവസം പോലും ഇല്ല ഗൈസ്. ഒരുപാട് ഓർമ്മകളൊക്കെ ഇറക്കി ഞാനിങ്ങനെ നടക്കായിരുന്നു. ദേ ഈ മതിലൊക്കെ എൻ്റെ അവളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഞാൻ നെയിൽ പോളിഷ് കൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആ ഒരു കാലക്രമേണ വീടിൻ്റെ പെയിൻ്റൊക്കെ മാറ്റിയപ്പോൾ അതൊക്കെ പോയിട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ എവിടെ പോകുന്നൊക്കെ കുറേ ആലോചിച്ച് പിന്നെ ഞങ്ങൾ കഫേ അഡിക്റ്റ് തീരുമാനിച്ചു. ഗൂഗിൾ ചേച്ചി 2 മിനിറ്റ് നടന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് നടന്നിട്ടാണ് ഗൈസ് ഇവിടെ എത്തിയത്. തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചെത്തി. അപ്പോൾ വന്നതും വേഗം ഓർഡറൊക്കെ ചെയ്തു. ഈ ചേച്ചീനെ വെച്ചിട്ടാണല്ലോ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുക. എല്ലാവരും ഇവിടെ വന്നെന്ന് അറിയിക്കുന്നത് തന്നെ ഈ ഒരു ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ടാണ്. അപ്പോൾ ഭയങ്കര ആംബിയൻസ് അടിപൊളിയായിരുന്നു അവിടെ. ഫുഡും വന്നിട്ട് നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു. നല്ല ഒരു സൈലൻസ്. കുറച്ച് നേരം നമുക്കിങ്ങനെ പീസ്ഫുള്ളി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങോട്ടേക്കൊക്കെ പോവാം. പിന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫുഡ് വന്നിട്ട് ഞാനൊരു ലോഡഡ് ഫ്രൈസും അവളൊരു ബീഫ് ബർഗറും പിന്നെ എന്തോ ഒരു ഡ്രിങ്കാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇതായിരുന്നു കേട്ടോ ഫുഡും വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം പീസ്ഫുള്ളി സംസാരിച്ചു. ഇനി ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ട് ഇതുപോലെ വന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാ ഞങ്ങൾ നടക്കണം ഗൈസ്. അപ്പോൾ അത്രയ്ക്കായിരുന്നു. വേഗം വീട്ടിലേക്ക് പോന്നു. എല്ലാവരും ഇങ്ങനൊരു ടൈമൊക്കെ കണ്ടെത്തണം നമുക്കായിട്ട് മാത്രം, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. വളരെ കുറച്ച് ടൈമായിരുന്നു, പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനപരമായ കുറച്ച് നേരമായിരുന്നു എനിക്കുണ്ടായിരുന്നത്.